എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ ഫാമിലി ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ കിഴക്കമ്പലത്ത് നിന്ന് രാവിലെ ഒരു 7 മണിക്കാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അതിരാവിലെ തന്നെ യാത്ര തിരിച്ചതുകൊണ്ട് ഞങ്ങൾ കാവുങ്കൽപ്പറമ്പിലുള്ള ഹോട്ടൽ റാഹത്തിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കിഴക്കമ്പലത്ത് നിന്നും പോഞ്ഞാശ്ശേരിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ കാവുങ്കൽപ്പറമ്പ്. അവിടെയാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഇവിടുത്തെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ പോഞ്ഞാശ്ശേരി എത്തിയിട്ടുണ്ട്. ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത്. പോഞ്ഞാശ്ശേരിയിൽ നിന്ന് റൈറ്റ് പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ ടൗണിലുള്ള ബസ് ടെർമിനലാണ് കേട്ടോ ഈ കാണുന്നത്. ബസ് ടെർമിനലും കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇടത്തേക്ക് പെരുമ്പാവൂർ നഗരസഭയുടെ മുന്നിൽ കൂടെയുള്ള റോഡാണ് പോകുന്നത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് MC റോഡിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ MC റോഡും ക്രോസ് ചെയ്ത് നേരെ കോടനാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലത്ത് നിന്നും കോടനാടേക്ക് പോകുമ്പോൾ ഉള്ള ഐമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് കയറുന്നത്. ഐമുറിയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലത്തേക്കും, റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാറ്റൂർ കോടനാട് ഭാഗത്തേക്കുമാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കോടനാട് അടുത്തുള്ള കാപ്രിക്കാട് അഭയാരണ്യം എക്കോ ടൂറിസത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കേട്ടോ കാപ്രിക്കാട് അഭയാരണ്യം. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാഷ് പേയ്മെന്റുകൾ ഒന്നും തന്നെ ഇപ്പം നിലവിലില്ല. ഓൺലൈൻ പേയ്മെന്റുകൾ മാത്രമേ ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ എത്തി ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് ചാർജ് അയക്കുന്നത്. ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചി നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള പാണൻകുഴിയിലുള്ള കൊട്ടവഞ്ചി സഫാരിയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പം ആദ്യം വരുന്നത് ഒരു ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ. ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് എന്നുള്ളൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള കുറച്ച് ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോസും അതുപോലെ തന്നെ ഹോസ്റ്റ് പ്ലാന്റ്, ചിത്രശലഭങ്ങള് മുട്ടയിടാനും അവയുടെ ലാർവകൾ വളരാനും ആഹാരം കഴിക്കാനും ഒക്കെ ആശ്രയിക്കുന്ന ചെടികളെയാണ് കേട്ടോ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. എലിഫന്റ് ക്യാമ്പും ഡിയർ പാർക്കും ഒക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 48ഓളം ഔഷധ സസ്യങ്ങൾ ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ. അതായത് മെഡിക്കൽ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കാപ്രിക്കാട് മിനി സൂവിലേക്കാണ് കേട്ടോ. മിനി സൂയിലേക്ക് വെൽക്കം ചെയ്തിട്ടുള്ള ഒരു ആർച്ച് ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സൂയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കല്ലേ.